വൈദ്യുത ബില്ലിൽ കുടിശ്ശിക. ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം അദാനി പവർ ലിമിറ്റഡ് അങ്ങ് നിർത്തലാക്കി. പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീനയിൽ തട്ടി ബംഗ്ലാദേശ് ബന്ധം അതീവ ദുഷ്കരമായ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് അദാനിയുടെ ഈ ഫ്യൂസ് കീറൽ. അദാനി ഫ്യൂസ് കീറിയതിൽ തെറ്റൊന്നുമില്ല. 2029 കോടി രൂപയുടെ കൈക്കൂലി ഇടപാടിൽ ഗൗതം അദാനിക്കും സഹോദരപുത്രൻ സാഗർ അദാനിക്കും US സമൻസ് വന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശും ഒരുങ്ങി തന്നെയാണ്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വൈദ്യുതി വിതരണ ഇടപാടുകളെല്ലാം ഒഴിവാക്കാനുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു. ജാർഖണ്ഡിൽ അദാനി സ്ഥാപിച്ച ഗോധ താപവൈദ്യുത നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി വിതരണത്തിനാണ് അദാനി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിനായി സ്ഥാപിച്ചതാണ് ഈ വൈദ്യുത നിലയം. അതുപോലെ അദാനിയുമായുള്ള വൈദ്യുത കരാർ റദ്ദാക്കുന്നതിനുള്ള നടപടികൾക്ക് ആന്ധ്ര സർക്കാർ തുടക്കം കുറിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തുടങ്ങിയ കരാറാണ് പുതിയ ആന്ധ്ര സർക്കാർ ഒഴിവാക്കുന്നത്. അദാനിയുടെ 100 കോടി സഹായം തെലങ്കാന വേണ്ടെന്ന് വെച്ചു. യങ് സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് നൽകാനിരുന്ന ഫണ്ടാണ് വേണ്ടെന്നും പറഞ്ഞിരിക്കുന്നത്. അദാനി ഫൗണ്ടേഷനാണ് സഹായം നൽകുമെന്ന് അറിയിച്ചത്. തന്റെയും മന്ത്രിസഭയുടെയും പ്രതിച്ഛായ മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സർക്കാരിന് അദാനി ഗ്രൂപ്പിൽ നിന്ന് ഒരു സഹായവും വേണ്ടെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. അതേസമയം അദാനി ഗ്രൂപ്പിന്റെ കരാറുകൾ പല രാജ്യങ്ങളും ഒഴിയുകയാണ്. പല കമ്പനികളും നിക്ഷേപം പിൻവലിക്കുന്നു. മൊത്തത്തിൽ അദാനിക്ക് കണ്ടകശനി ആരംഭിച്ചു. കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയും പൂർത്തിയായിട്ടില്ല. അതിന്റെയൊക്കെ ഭാവി എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും സഹായിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് പ്രശ്നങ്ങൾ. ഏതായാലും വരും ദിവസങ്ങളിൽ ചിത്രം തെളിയും.